സിൽക്ക് ഫാബ്രിക്കിൽ നല്ല രസമായിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. 2 കളേഴ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു ബേബി പിങ്കും അതുപോലെ പേസ്റ്റൽ ഗ്രീൻ ടോണും. പിങ്ക് ഷെയ്ഡിൽ വരുമ്പോഴത്തേക്ക് നെക്കിലിന് നമുക്ക് സ്കാലപ്പ് പാറ്റേൺ ചെയ്തിട്ടൊരു വീനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ നല്ല കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ സെയിം പാറ്റേൺ തന്നെ കട്ട് ബീഡ്സ് വരുന്നുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ഹാൻഡ് വർക്കാണ്. അത് ലാവൻഡർ, പീച്ച്, യെല്ലോ ടോണിൽ ബീഡ്സ് വരുന്നുണ്ട്. ഇങ്ങനെ മൾട്ടി കളേഴ്സിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വരുന്നത്. സൈഡിൽ നമുക്ക് ക്രോഷ്യയുടെ ലേസ്, കട്ട് വർക്ക് പാറ്റേൺ ക്രോഷ്യയുടെ ലേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സ് വരുമ്പോൾ സ്ലീവ്സിൻ്റെ സൈഡിൽ നമുക്ക് സെയിം ഈ ഒരു ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. ബോട്ടം വരുമ്പോഴത്തേക്ക് സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടം ആണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു ക്രോഷ്യോ ലേസ് സ്കാലപ്പ് പാറ്റേൺ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോൾ നല്ല ക്രേപ്പ് ഷിഫോൺ ദുപ്പട്ടയാണ്. നല്ല ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്രേപ്പ് ഷിഫോൺ ദുപ്പട്ട, നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്. സൈഡിൽ നമുക്ക് ക്രോഷ്യോയുടെ ലേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ. ബോട്ടവും ദുപ്പട്ടയും നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ്. ഷിഫോണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാറ്റേൺ വരുന്നത്. നല്ല ലൈറ്റ് ഒരു ബേബി പിങ്ക് ടോണിൽ വന്നിട്ട് നമുക്ക് സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടവും ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ലൈറ്റ് ഒരു ഗ്രീൻ ടോണാണ്. സെയിം പാറ്റേൺ തന്നെയാണ് ഇതിലും റിപ്പീറ്റ് ചെയ്തേക്കുന്നത്.